സ്പേസ് എക്സിനും ബോയിങ്ങിനും സമീപകാലത്തുണ്ടായ കാലതാമസങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും കാരണം ഭ്രമണപഥത്തിലെ ലബോറട്ടറിയിലേക്കും പുറത്തേക്കുമുള്ള സുഗമമായ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് പുനഃസ്ഥാപിക്കാനുള്ള ബഹിരാകാശ ഏജൻസിയുടെ പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വരാനിരിക്കുന്ന തിരക്കുമായി നാസ പൊരുതുകയാണ്. ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മാസം ISS-ൽ തിരക്ക് കൂടാൻ സാധ്യതയുണ്ട് എന്ന് നാസ അധികൃതർ വെള്ളിയാഴ്ച സൂചിപ്പിച്ചിരുന്നു. ബഹിരാകാശ യാത്രികരെ കൊണ്ടുപോകാനുള്ള ഏജൻസിയുടെ കഴിവ് താൽക്കാലികമായി തടഞ്ഞ പ്രവർത്തന വെല്ലുവിളികൾക്ക് ശേഷമാണിത്. എന്നിരുന്നാലും നാസ ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ അതിന് അനുകൂലമായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. നാസ പ്രതീക്ഷിക്കുന്ന ഈ തിരക്ക് ബഹിരാകാശ പുരോഗതിയുടെ അടയാളമാണ്. നേരത്തെ നാസയ്ക്ക് ഇത്രയധികം ബഹിരാകാശ വാഹനങ്ങളും അത്രയധികം ഓപ്ഷനുകളും ഉണ്ടായിരുന്നില്ല. ഇത് തങ്ങളുടെ ജീവിതത്തെ സങ്കീർണമാക്കുന്നുണ്ട് എങ്കിലും അത് പുരോഗതിയുടെ ലക്ഷണമാണ്. നാസയുടെ സ്പേസ് ഓപ്പറേഷൻസ് മിഷൻ ഡയറക്ടറേറ്റിന്റെ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ കെൻ ബോവർസോക്സ് ഒരു വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി. സുനിത വില്യംസ് കുടുങ്ങിക്കിടക്കുന്നതിനാൽ ബഹിരാകാശ നിലയത്തിലെ ഗതാഗത കുരുക്ക് പുനഃസ്ഥാപിക്കാൻ നാസ ലക്ഷ്യമിടുകയാണ് ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.